ഹായ് ഫ്രണ്ട്സ്, എം ഡി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വടക്കറിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എന്താണ് നോക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഒരു ചെറിയ ഗ്ലാസ്സിൽ കടലപ്പരിപ്പാണ്. അതാദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം നമുക്ക് ഇത് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. 2 മണിക്കൂർ ഇത് നമുക്ക് ആദ്യം ചീഞ്ചട്ടി വെച്ചതിന് ശേഷം ചീഞ്ചട്ടിയിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം. ഉലുവ ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് 2 സവാള കട്ട് ചെയ്ത് വെച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. നമ്മൾ 2 മണിക്കൂർ കുതിർക്കാൻ വെച്ച ആ പരിപ്പ് മിക്സിയിൽ ജാറിൽ അടിച്ചെടുക്കണം. നമുക്ക് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാം. ഇനി നമ്മൾ വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ ജാറിൽ വെച്ചിരിക്കുന്ന പരിപ്പിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് തേങ്ങ, ചിരവി വെച്ച തേങ്ങയാണ്, അതും ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വെള്ളം ചേർക്കാം. നമുക്ക് അടിച്ചെടുക്കാം. അവിടെ വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമ്മൾ വാഴ്ത്തി വെച്ച ആ ഒരു മിക്സ് നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് അടിച്ചെടുക്കാം. നമുക്ക് തേങ്ങ ചിരവിയതാണിത്. അത് നമുക്ക് കുറച്ച് ജാറിലിട്ട് അടിച്ചെടുക്കാം. വെള്ളം ചേർത്ത് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു കടായി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ രണ്ടാമത് അടിച്ചെടുത്ത മിക്സ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് പുളി വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ കടായിൽ വെച്ചിരിക്കുന്ന ആ മിക്സിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് തിളയ്ക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഈ നമ്മൾ നേരത്തെ പരിപ്പ് അടിച്ചു വെച്ച ആ മിക്സിയിൽ നമുക്ക് ഇതുപോലെ ഉരുണ്ട ആക്കി വെച്ചെടുക്കാം. ഇത് തിളച്ചതിന് ശേഷം നമ്മളെല്ലാം ഉരുണ്ടയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉരുണ്ടകൾ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് 2 മിനിറ്റ് അടച്ചു വെക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ, ഈ പരിപ്പിൻ്റെ ആ ഉരുണ്ടയുടെ മുകളിൽ നമുക്ക് കുറച്ചായിട്ട് ഈ കറി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ഒഴിച്ചതിന് ശേഷം താളിക്കാനുള്ളത് നോക്കാം. അത് അടച്ച് 2 മിനിറ്റ് വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് താളിക്കാനുള്ള പരിപാടി നോക്കാം. അത് താളിക്കാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒരു ചട്ടിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം.
കടുക് ചേർത്തതിന് ശേഷം കുറച്ച് കരിവേപ്പില ഈ കടുകിലോട്ട് ഇട്ട് നമുക്ക് താളിക്കാം. നമ്മുടെ പരിപ്പുരുണ്ട കറി റെഡിയായി. ഇതിലോട്ട് നമ്മൾ താളിച്ച മിക്സ് ഇതിലോട്ട് ചേർത്ത് നമുക്ക് ഇളക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. ചോറിനോടൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഫ്രണ്ട്സ്, നമ്മൾ വടക്കറി റെഡിയായി. വീട്ടിലെ ട്രൈ നോക്കുക. ചോറിനൂടെ വെച്ച് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണിത്. വീട്ടിലെ ട്രൈ നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ വെച്ച് കാണാം. ഗുഡ് ബൈ.